ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നിങ്ങളുടെ പഠനരീതിയെ തന്നെ മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരു ടൂളിനെക്കുറിച്ചാണ്. സെൽഫ് ഇവാലുവേഷൻ ഗൈഡ്. ഈയൊരു കാര്യം ഇതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി. കാരണം വെറുതെ വായിച്ചുകൊണ്ടിരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു തവണ സ്വയം എഴുതി നോക്കി നമ്മുടെ തെറ്റുകൾ എവിടെയാണെന്ന് കണ്ടുപിടിച്ച് അത് തിരുത്തി പഠിക്കുന്നത്. അതെങ്ങനെ കൃത്യമായി ചെയ്യാമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോ നമ്മൾ ഈ 5 സ്റ്റെപ്പുകളിലൂടെയാണ് കടന്നുപോകാൻ പോകുന്നത്. ഇത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഉത്തരക്കടലാസിലെ ഓരോ ചെറിയ തെറ്റും എങ്ങനെ അധികം മാർക്കുകളാക്കി മാറ്റാമെന്ന് നിങ്ങൾ പഠിച്ചിരിക്കും. ശരി, നമുക്ക് തുടങ്ങിയാലോ? ഒന്നാമത്തെ ഘട്ടം. നമ്മൾ ആദ്യം തന്നെ ശരിയായ ഒരു സാഹചര്യം ഒരുക്കണം. വീട്ടിലിരുന്ന് ഒരു യഥാർത്ഥ പരീക്ഷ എഴുതുന്ന അതേ ഫീൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം നമ്മളെ തന്നെ സത്യസന്ധമായി വിലയിരുത്തണമെങ്കിൽ അത് വളരെ അത്യാവശ്യമാണ്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു ടൈമർ സെറ്റ് ചെയ്യുക, പഠിച്ച് നോട്ടുകളൊക്കെ അങ്ങ് മാറ്റിവെക്കുക, ഒരു ബ്രേക്ക് പോലും എടുക്കാതെ മുഴുവൻ സമയവും ഇരുന്നെഴുതുക. എന്തിനാണെന്നറിയാമോ ഇങ്ങനെ ചെയ്യുന്നതെന്ന്? കാരണം യഥാർത്ഥ എക്സാം ഹാളിലെ ആ ഒരു പ്രഷറുണ്ടല്ലോ, അതിന് നമ്മുടെ തലച്ചോറിനെ മുൻകൂട്ടി തയ്യാറാക്കുകയാണ് നമ്മൾ. ഇവിടെ നിന്നാണ് ശരിക്കുമുള്ള പഠനം അങ്ങ് തുടങ്ങുന്നത്. നമ്മൾ എഴുതിയ ഉത്തരങ്ങൾ വിലയിരുത്താനായിട്ട് 2 ഘട്ടങ്ങളുള്ള ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ചോദ്യത്തിന് തന്നെയാണോ ഉത്തരം എഴുതിയത്, ഘടനയൊക്കെ ശരിയാണോ എന്നൊക്കെ പെട്ടെന്നൊന്ന് ഓടിച്ചു നോക്കും. അതിനുശേഷം ശരിക്കും ഒരു പരീക്ഷകനെ പോലെ ഓരോ ചെറിയ കാര്യങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് നമ്മൾ മാർക്കിടാൻ തുടങ്ങും. ഇനി രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിലേക്ക് കടക്കാം. ഒരു എക്സാമിനർ നിങ്ങളുടെ ഉത്തരക്കടലാസ് നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? മാർക്കുകൾ വീഴുന്ന ആ 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ പേപ്പർ നോക്കുന്ന ഒരു പരീക്ഷകനാകാം. ഈ ടേബിൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങളുടെ 20 മാർക്ക് എവിടെ നിന്നൊക്കെയാണ് വരുന്നതെന്ന് ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. കണ്ടില്ലേ? ആശയത്തിന്റെ കൃത്യതയ്ക്കും വിശകലനത്തിന്റെ ആഴത്തിനുമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. ഏകദേശം 4-5 മാർക്ക് വീതം. അതിനുശേഷമാണ് ഉദാഹരണങ്ങൾ, എഴുത്തിന്റെ വ്യക്തത, പിന്നെ ഇഗ്നോ സ്റ്റഡി മെറ്റീരിയലുമായി എത്രത്തോളം ബന്ധമുണ്ട് എന്നതൊക്കെ വരുന്നത്. അപ്പോ ഇവ ഓരോന്നും എന്താന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആശയത്തിന്റെ കൃത്യത. അതായത് നിങ്ങൾ എഴുതിയ ഉത്തരത്തിൽ പ്രധാനപ്പെട്ട ആശയം ഏറ്റവും വ്യക്തമായി പറയുന്ന വാചകം ഏതാണ്? അതൊന്ന് അടിവരയിട്ട് നോക്കൂ. ആ ഒരൊറ്റ വാചകം മാത്രം ശരിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് 4-5 മാർക്ക് വരെ നേടാൻ കഴിയും. അടുത്തത് വിശകലനം. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ വെറുതെ പോയിന്റായി എഴുതി വെക്കുകയാണോ ചെയ്തത്, അതോ അവ തമ്മിൽ ബന്ധിപ്പിച്ച് എന്തുകൊണ്ടെന്ന് വിശദീകരിച്ചോ? ഇവിടെ നിങ്ങൾ കാണാതെ പഠിച്ചതാണോ അതോ ശരിക്കും മനസ്സിലാക്കിയതാണോ എന്ന് ക്ലിയറായിട്ട് അറിയാൻ പറ്റും. ഉദാഹരണങ്ങൾ ഒരു വക്കീലിന്റെ കയ്യിലെ തെളിവുകൾ പോലെയാണ്. അത് വെറുതെ പറഞ്ഞാൽ പോരാ, നിങ്ങളുടെ വാദവുമായി കൃത്യമായി കണക്ട് ചെയ്യണം. ഓരോ ഉത്തരത്തിലും വിഷയവുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഉദാഹരണം ചേർത്താൽ മതി. നിങ്ങളുടെ പേപ്പർ മറ്റുള്ളവരിൽ നിന്ന് തീർച്ചയായും വേറിട്ട് നിൽക്കും. ഒന്നാലോചിച്ചു നോക്കൂ. പരീക്ഷകന് നിങ്ങളുടെ ഉത്തരം മുഴുവൻ വായിക്കാൻ സമയമില്ലെന്ന് വയ്ക്കുക. ഒന്ന് ഓടിച്ചു നോക്കിയാൽ മാത്രം പ്രധാന ആശയം മനസ്സിലാകുമോ? അതിന് കഴിയുമെങ്കിൽ നിങ്ങളുടെ ഉത്തരത്തിന്റെ ഘടന മികച്ചതാണെന്ന് ഉറപ്പിക്കാം. ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ചു നോക്കിയാൽ മതി. അവസാനമായിട്ട് നിങ്ങൾ ഉപയോഗിച്ച വാക്കുകളും ആശയങ്ങളുമൊക്കെ ഇഗ്നോയിന്റെ സ്റ്റഡി മെറ്റീരിയലിലുള്ളത് തന്നെയാണോ? അതെ എന്നാണ് ഉത്തരമെങ്കിൽ പരീക്ഷകന് നിങ്ങളുടെ പേപ്പർ വിലയിരുത്താൻ വളരെ എളുപ്പമായിരിക്കും. അത് നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് നേടിത്തരാൻ സഹായിക്കും. അത്രയുള്ളൂ. ഒന്നോർക്കുക, തെറ്റുകൾ കണ്ടെത്തുന്നത് ഒരു പരാജയമല്ല, അതാണ് വിജയത്തിലേക്കുള്ള ആദ്യത്തെ പടി. ഇനി നമ്മളിപ്പോൾ കണ്ടെത്തിയ ഓരോ തെറ്റും എങ്ങനെ തിരുത്തി ഉറപ്പുള്ള മാർക്കുകളാക്കി മാറ്റാമെന്ന് നോക്കാം. അപ്പോ പ്രശ്നം കണ്ടുപിടിച്ചു. ഇനി എന്തു ചെയ്യും? ഇതാ പരിഹാരം. നിങ്ങൾ കണ്ടെത്തിയ ഓരോ തരം തെറ്റിനും പ്രായോഗികമായ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ ടേബിളുണ്ടല്ലോ, ഇതൊരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ പോലെയാണ്. ഓരോ അസുഖത്തിനും ഓരോ മരുന്ന്. കണ്ടോ? ഉദാഹരണത്തിന് നിങ്ങളുടെ പ്രശ്നം ആശയത്തിന്റെ കൃത്യത ആണെങ്കിൽ അതിന്റെ പരിഹാരം നിർവചനങ്ങൾ വീണ്ടും എഴുതി പഠിക്കുക എന്നതാണ്. ഇനി വിശകലനത്തിലാണ് പ്രശ്നമെങ്കിലോ ഒരു 4 വരി ഘടന ഉപയോഗിച്ച് ഉത്തരമെഴുതാൻ ശ്രമിക്കുക. ഇങ്ങനെ ഓരോ ബലഹീനതയ്ക്കും കൃത്യമായൊരു പരിഹാരം ഇവിടെയുണ്ട്. ശരി, ഇനി നമ്മൾ പഠിച്ച ഈ കാര്യങ്ങളെല്ലാം എങ്ങനെ ഒരു ചിട്ടയായ 7 ദിവസത്തെ പ്ലാനാക്കി മാറ്റാമെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ പുരോഗതി പടിപടിയായി ഉറപ്പാക്കും. ഈ 7 ദിവസത്തെ ചക്രം നോക്കൂ. ഇത് വളരെ സിമ്പിളാണ്. 1-ാം ദിവസം നിങ്ങൾ പരീക്ഷ എഴുതുന്നു, 2-ാം ദിവസം അത് നോക്കുന്നു, തെറ്റുകൾ കണ്ടുപിടിക്കുന്നു. അടുത്ത 2 ദിവസങ്ങൾ ആ തെറ്റുകൾ തിരുത്താനും വീണ്ടും എഴുതാനുമാണ്. 5-ാം ദിവസം നിങ്ങൾ വീണ്ടും അതേ ചോദ്യങ്ങളിൽ സ്വയം പരീക്ഷിക്കുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്?
നിങ്ങൾ ഒരേ തെറ്റ് പിന്നെ ആവർത്തിക്കില്ല. ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ സ്കോറിൽ വരുന്ന മാറ്റം നിങ്ങൾക്ക് തന്നെ നേരിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ ശരിയായ വഴിയിലാണോ എന്ന് ഉറപ്പിക്കാൻ ഇടയ്ക്ക് നിങ്ങളുടെ ഉത്തരങ്ങളിലൊന്ന് ഗൈഡിലെ മാനദണ്ഡങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്തു നോക്കണം. ചിലപ്പോൾ നമ്മൾ നമുക്ക് തന്നെ വളരെ കുറച്ചു മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഒരുപാട് മാർക്ക് കൊടുക്കും. രണ്ടും അബദ്ധമാണ്. അപ്പോ ശരിയായ രീതി എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു താരതമ്യം നിങ്ങളെ സഹായിക്കും. അവസാനമായി ഇതുവരെ പറഞ്ഞതൊക്കെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നതിനെക്കുറിച്ചാണ്. ഇനി യഥാർത്ഥ പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ സമയം എങ്ങനെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാമെന്നും നല്ലൊരു മാനസികാവസ്ഥ എങ്ങനെ നിലനിർത്താമെന്നും നോക്കാം. പരീക്ഷയിലെ അവസാനത്തെ 10 മിനിറ്റ്. ആ സമയം വെറുതെ കളയരുത്. പെട്ടെന്ന് ചെയ്യേണ്ട 4 കാര്യങ്ങളുണ്ട്. 1. എഴുതിയ ഉത്തരങ്ങളിലെ പ്രധാന വാക്കുകൾക്ക് അടിവരയിടുക. 2. വിട്ടുപോയ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുക. 3. എല്ലാ ഉദാഹരണങ്ങളും ചോദ്യവുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. 4. ഒരു ചോദ്യം പോലും ഉത്തരമെഴുതാതെ വിടരുത്. ഒരു പകുതി ഉത്തരത്തിനു പോലും മാർക്ക് കിട്ടും. ഇതൊന്ന് ഓർത്തുവെക്കണം. നിങ്ങളുടെ ഉത്തരങ്ങളിൽ തെറ്റുകൾ കാണുമ്പോൾ വിഷമിക്കരുത്. കാരണം ഇപ്പോൾ ആ തെറ്റ് കണ്ടുപിടിച്ചതുകൊണ്ട് ഫൈനൽ എക്സാമിന് അത് ആവർത്തിക്കില്ല. അതാണിവിടത്തെ പോയിന്റ്. നിങ്ങൾ ഏറ്റവും പ്രയാസമുള്ള ഭാഗം കഴിഞ്ഞു, അതായത് പഠിക്കാനും പരിശീലിക്കാനും തീരുമാനിച്ചത്. ഇനി ഈ ഗൈഡ് ഒരു കണ്ണാടി പോലെ ഉപയോഗിച്ചാൽ മതി. നിങ്ങളുടെ കുറവുകളല്ല, അതിലൊളിഞ്ഞിരിക്കുന്ന മാർക്കുകൾ കണ്ടെത്താൻ. നിങ്ങൾക്ക് തീർച്ചയായും വിജയിക്കാൻ സാധിക്കും. എല്ലാവിധ ആശംസകളും.